പാണ്ഡിത്യത്തിൻ്റെ വലിയ ഭാരം പേറി നടക്കുന്ന ഒരു സൂഫി ഗുരുവിനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ ചോദിച്ച ഒരു ചോദ്യം ശ്രദ്ധേയമായിരുന്നു. ബാപ്പ, അങ്ങയുടെ ഹൃദയം വളരെ വലുതാണല്ലേ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്ങയുടെ ഹൃദയത്തിന് വലിയ വലുപ്പമില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്കും പടച്ച തമ്പുരാനും അങ്ങയുടെ ഹൃദയത്തിൽ ഇടം കിട്ടുക? വലിയവനാണെന്ന് വല്ലാതെ ഭാവിച്ചു നടന്ന ആ സൂഫി വര്യൻ വളരെ വിനയാന്വിതനായി ഒന്നുമല്ലാത്തവനെ പോലെ നോക്കി നിന്ന നിമിഷമാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു പോലും, അല്ലാ, അങ്ങ് എന്തിനാണ് ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ ശാസിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഹൃദയം വിശാലമായി തീർന്നാൽ മാത്രമേ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ ഉള്ളിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങളെ സ്നേഹപൂർവ്വം ഉള്ളിൽ സ്വീകരിക്കുക എന്ന് തന്നെയാണ്. അങ്ങയുടെ ഹൃദയം ബാപ്പ വളരെ വലുതാണല്ലേ? അല്ലെങ്കിൽ അങ്ങയുടെ ഉള്ളിൽ എനിക്കും പടച്ച തമ്പുരാനും സ്ഥാനം കിട്ടില്ലല്ലോ എന്ന കുഞ്ഞിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ശിരസ് കുനിച്ചു പോയ ആ ഗുരുശ്രേഷ്ഠൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം, അല്ലാ, അങ്ങ് എന്തിനാണ് ഒരു കുഞ്ഞായി വന്ന് എന്നെ ഇങ്ങനെ ശാസിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ സ്നേഹിതരിലൂടെ കേൾക്കാം. വേറെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ, മറ്റ് ചിലപ്പോൾ മാതാപിതാക്കളിലൂടെ, മക്കളിലൂടെ തുടങ്ങി ആരിലൂടെ വേണമെങ്കിലും കേൾക്കാം. പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എല്ലാവരെയും സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയവും മനസ്സും വിശാലമായി മാറട്ടെ. ഒപ്പം ദൈവം ആരിലൂടെ വേണമെങ്കിലും നമ്മുടെ അടുക്കൽ വന്ന് സ്നേഹവും ശാസനകളും ഉപദേശങ്ങളും ഒക്കെ നൽകാൻ സാധ്യതയുണ്ട്. ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ മനസ്സും ഹൃദയവും വിശാലമായി തീരുവാൻ ഈ അനുഗ്രഹീത ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.